അതിന് തൊട്ടു മുമ്പ് തെരഞ്ഞെടുപ്പിലും 6 പേർ കൈപ്പത്തിയിൽ ജയിച്ചപ്പോഴോ ആ 6 പേരിൽ 5 പേരും തെരഞ്ഞെടുപ്പാനന്തരം റിസൾട്ട് വന്നതിന് ശേഷം അവർ RSS ആയി മാറി. ഉത്തരേന്ത്യയിലെ കണക്കെടുപ്പിൽ ഉത്തരേന്ത്യ ഒരു മറ്റത്തൂരാണ്. അതായത് കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് കോൺഗ്രസ് ആയി വിജയിച്ചാലും അയാൾ കോൺഗ്രസ് ആയിരിക്കണമെന്നില്ല, ഭരണത്തിലേറുക BJP ആയിരിക്കും. മഹാരാഷ്ട്രയിൽ നമ്മൾ കാണുന്നു, ഗോവയിൽ നമ്മൾ കാണുന്നു, അരുണാചലിൽ നമ്മൾ കാണുന്നു. മഹാരാഷ്ട്രയിലും ഗോവയിലും ഒക്കെ പ്രത്യേകത എന്താണ്? പത്രം വായനയിൽ അസാധാരണ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത നമ്മുടെ ആളുകളുടെ മനസ്സിലുണ്ടാകും. ഗോവയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ RSSനെ പരാജയപ്പെടുത്താൻ ഗോവ നമുക്കറിയാം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ണുകൂടെയാണ് ഗോവ. ആ ഗോവയിൽ എന്ത് ചെയ്തു? ഇനി RSS അധികാരത്തിലേറരുത്, ഇനി വർഗീയത ഗോവയെ വിഴുങ്ങരുത്. അപ്പോഴെന്ത് ചെയ്യണം? അതുകൊണ്ട് RSSനെ പരാജയപ്പെടുത്താൻ ആർക്കു കഴിയും? ആ അന്വേഷണത്തിന്റെ ഭാഗമായി കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ ഗോവയിൽ നല്ലൊരു ഭാഗം തീരുമാനിച്ചു. അപ്പോഴോ അതിന് തൊട്ടു മുമ്പ് തെരഞ്ഞെടുപ്പിലും 6 പേർ കൈപ്പത്തിയിൽ ജയിച്ചപ്പോഴോ ആ 6 പേരിൽ 5 പേരും തെരഞ്ഞെടുപ്പാനന്തരം റിസൾട്ട് വന്നതിന് ശേഷം അവർ RSS ആയി മാറി. BJP അവരെ വിലക്കെടുത്തു. അപ്പൊ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം വന്നു. ഇനി മറ്റത്തൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് സംഭവിക്കട്ടെ, ആ പ്രശ്നം മറ്റത്തൂരിലെ കോൺഗ്രസുകാർക്കിടയിൽ ഉണ്ടാകും. എങ്ങനെ ഇവരെ വിശ്വസിക്കും? കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് ഇവരെയൊക്കെ വിജയിപ്പിച്ചാൽ RSSന്റെ ആഫീസിൽ നിന്ന് കൊടുക്കുന്ന പണവും പദവിയും വാങ്ങി നക്കിയിട്ട് ഞങ്ങളുടെ മറ്റത്തൂരിനെ ഒറ്റുകൊടുക്കില്ല എന്ന് ആര് കണ്ടു?